വെൽക്കം ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് മുട്ടയോ ആൽക്കഹോളോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് റേസിൻസും സ്ട്രോബെറിയുമാണ്. ഡ്രൈഡ് സ്ട്രോബെറിയും ബ്ലാക്ക് റേസിൻസുമാണ്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. നമുക്കിത് ഷോപ്സിലെല്ലാം അവൈലബിൾ ആണ്. ഇത് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. മൊത്തം ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് 1.25 കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് സോക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇത് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഓറഞ്ച് ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ബോട്ടിൽ ഓറഞ്ച് ജ്യൂസാണുള്ളത്. ഞാനിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നികക്കനെ നിൽക്കുന്ന വിധത്തിൽ ജ്യൂസ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതടച്ച് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് കാരമൽ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പഞ്ചസാര നന്നായി മെൽറ്റ് ആവുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി പതഞ്ഞ് ഇതിൻ്റെ കളറെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം 1.25 കപ്പ് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, മാറി നിന്ന് വേണം നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ പഞ്ചസാരയുടെ ലായനി പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഈ പഞ്ചസാര ലായനി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഒരു തിക്കാവുന്നൊരു കൺസിസ്റ്റൻസി, ഏകദേശം ഒരു തേനിൻ്റെ കൺസിസ്റ്റൻസി ആവുമ്പോൾ ഇത് ഓഫ് ചെയ്ത് ഇവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇതിന് വേണ്ടുന്ന സ്പൈസസ് 2 ഏലക്കായ, 2 ക്ലോവ്സ്, 1 കഷ്ണം സിനമൺ, 1 കഷ്ണം നട്ട്മഗ് എന്നിവയാണ്. ഇവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി പൊടിച്ചത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബേക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ട്രേ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇതിനകത്ത് ഫിൽ ചെയ്ത് വെക്കുക. ഒരു പാത്രമെടുത്ത് അതിനകത്തേക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പും 1/4 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 1.25 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ പൗഡർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഇത് അരിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യം സീവ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒരു അരിപ്പയിലേക്ക് ചേർത്ത് ഇത് ഡ്രെയിൻ ചെയ്ത് ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ ജ്യൂസെല്ലാം ഒന്ന് നന്നായി സ്പൂണ് വെച്ച് ഒന്ന് അമർത്തി കൊടുത്ത് ആ ജ്യൂസെല്ലാം പുറത്ത് വരുന്ന വിധത്തിൽ ആക്കിയതിന് ശേഷം നമ്മൾക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ബൗൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 80 ഗ്രാം മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ബ്രൗൺ ഷുഗർ തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം നമുക്ക് കേക്കിന് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുന്നതിന് ബ്രൗൺ ഷുഗർ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് മിക്സായി കിട്ടുന്നതിന് ഈ സമയത്ത് നമ്മൾക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുള്ള പാൽ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പാൽ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക.
പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാതിരിക്കുക. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുക. കാരമൽ സിറപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ പീൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ ഇതിൽ ചേർത്ത് കൊടുക്കുക. അവ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് 2 ഭാഗമായി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചേർത്തതിന് ശേഷം നമ്മളൊരു സ്പാറ്റില യൂസ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ പുറത്തു നിന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദയിൽ ഒന്ന് മുക്കിയെടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. അധികം ലൂസായി പോകാൻ പാടില്ല. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പാറ്റില യൂസ് ചെയ്ത് നന്നായി ഇത് ഒന്ന് നിരത്തി വെക്കുക. പിന്നീട് നമുക്കിതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് എല്ലാം ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഡെക്കറേഷൻ എല്ലാം നടത്തിയതിന് ശേഷം നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെമ്പിലേക്ക് ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കാം. ഒരു തട്ട് വെച്ചതിന് ശേഷമാണ് അതിന് മുകളിലേക്ക് ബേക്കിംഗ് ട്രേ ഇറക്കി വെക്കുന്നത്. അതിനുശേഷം ലിഡ് ഉപയോഗിച്ച് നന്നായി കവർ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ സമയം എടുത്ത് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ